തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിൽ ഡോക്ടറെ തള്ളാതെയും കൊള്ളാതെയും അന്വേഷണ റിപ്പോർട്ട്. ഉപകരണങ്ങൾ വാങ്ങുന്നതിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിലും കാലതാമസമുണ്ട് എന്ന റിപ്പോർട്ടിൽ പരാമർശം. ഡോക്ടറുടെ പ്രതികരണം ഔദ്യോഗിക ചട്ടലംഘനമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും നടപടിക്ക് ശുപാർശയില്ല. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ഇതിൽ ഡോക്ടറെ തള്ളാതെയും കൊള്ളാതെയും തന്നെയാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ട്. ഇതിനു മുൻപും മറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലുള്ള സംവിധാനങ്ങളിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല എന്നുള്ളൊരു സൂചന പോലെയുണ്ട്. എന്നാൽ കൃത്യമായിട്ട് ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നും പറയുന്നു. ഉപകരണങ്ങൾ വാങ്ങാനുള്ള സംവിധാനത്തിൽ അത് കൃത്യമായി ഈ മെഡിക്കൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അവിടെയുള്ളവർക്ക് ഇല്ല, മെഡിക്കൽ ഓഫീസേഴ്സിന് ഇല്ല. അത് ഉണ്ടാകണം എന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. സ്മിത, തീർച്ചയായും ആരോഗ്യവകുപ്പ് നിയോഗിച്ച 4 അംഗ വിദഗ്ധ സമിതിയാണ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. DMEക്കാണ് ഇന്നലെ രാത്രി വൈകി റിപ്പോർട്ട് കൈമാറിയത്. DME ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ഇതിൽ ശസ്ത്രക്രിയ വൈകിയതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും ഈ മെഡിക്കൽ കോളേജുകളിൽ സമൂലമായൊരു പരിഷ്കാരം വേണമെന്നാണ് ഈ വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുന്നത്. ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിലും വലിയ കാലതാമസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും ഈ നിയമത്തിന്റെ സങ്കീർണതകളാണ്. ഈ സങ്കീർണമായ നടപടികൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ ലഘൂകരിക്കണമെന്നതാണ് പ്രധാനമായും വിദഗ്ധ സമിതി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളിൽ പൂർണ്ണമായും വസ്തുത ഇല്ല എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായും ഈ വിദഗ്ധ സമിതി ഉൾക്കൊണ്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായും വസ്തുതയില്ല എന്നതാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. സംവിധാനത്തിലെ പാളിച്ചകൾ മറ്റ് വകുപ്പ് മേധാവികളും ഈ വിദഗ്ധ സമിതിയോട് അറിയിച്ചിട്ടുണ്ട്. ഈ മറ്റ് യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല മറ്റ് ചില വകുപ്പുകളിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഈ 4 അംഗ വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ സമൂലമായി നടത്തേണ്ട മാറ്റങ്ങൾ വിദഗ്ധ സമിതി ശുപാർശ നൽകിയിരിക്കുന്നത്. ഈ പ്രധാനമായും ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഈ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടിക്ക് സാധ്യതയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നടപടി ഉണ്ടായാൽ അത് ഒരു താക്കീതിൽ ഒതുക്കാനാണ് സാധ്യത. ഈ മറ്റ് ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ സർക്കാർ അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. ഈ ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസവും ഈ മെഡിക്കൽ കോളേജിലെ അധ്യാപക സംഘടനയായ KGM-CTA രംഗത്ത് വന്നിരുന്നു. നടപടിയുണ്ടായാൽ പ്രക്ഷോഭം എന്നറിയിച്ച് ആരോഗ്യമന്ത്രിക്ക് KGM-CTA ഇന്നലെ കത്തും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടി ഉണ്ടാകുന്നത്. ഈ തുറന്നു പറച്ചിൽ ഒരു ഡോക്ടറുടെ പ്രതികരണത്തിനപ്പുറം ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി സംസ്ഥാനത്ത് ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സർക്കാർ ഗൗരവത്തിലെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.